വേണ്ട, ന്യായീകരണങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. തന്നിഷ്ടം കാണിക്കുന്നതിന്റെ അതിരുണ്ട്. മാമന് ശരവണ്ണൊക്കെ ഓരോ വഴിക്ക് അന്വേഷിച്ച് പോയിരിക്കുക. ഓ, ഇത്രയ്ക്കങ്ങ് പേടിക്കാൻ ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. കുട്ടിയായിരുന്നെങ്കിൽ ഇത്രയും പേടിക്കണ്ടായിരുന്നു. നിശ്ചയം ഉറപ്പിക്കാൻ പോണ പെണ്ണ. എന്തെങ്കിലും ചീത്തപ്പേരുണ്ടായ സമാധാനം പറയേണ്ടത് ഞാനാ. നിശ്ചയോ? ആർക്ക്? നിനക്കല്ല നിശ്ചയം ഉറപ്പിക്കാൻ പിന്നെ വേറെ ആരാ ഇവിടെ ഉള്ളത്? എന്റെ ഇഷ്ടം ചോദിക്കാതെ ഇതൊക്കെ ഉറപ്പിക്കാൻ ആരാ പറഞ്ഞത്? ആരും പറയണ്ട. മക്കൾക്ക് കാലാകാലങ്ങൾ എന്തൊക്കെയാ ചെയ്യണമെന്ന് കാരണവന്മാരാ തീരുമാനിക്കുന്നത്. ചെറുപ്പത്തിൽ സ്കൂളിൽ പോയില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞപ്പോ നിന്റെ ഇഷ്ടത്തിൽ വിട്ടിരുന്നെങ്കിലേ ഇതുപോലെ ചെന്നൈയിലെ കോളേജിലൊക്കെ പോയി പഠിക്കാൻ പറ്റിയായിരുന്നോ? ദേ, അപ്പാവും ഇല്ലാത്തതിന്റെ കഷ്ടപ്പാട് അറിയിക്കാതെ നിന്നെ ഇത്രയാക്കാമെങ്കിലേ നിന്നെ ആർക്ക് നിശ്ചയം ഉറപ്പിക്കണമെന്നും കെട്ടിച്ചു കൊടുക്കണമെന്നും ഒക്കെ എനിക്കറിയാം. ഓ ശരി ശരി, സമ്മതിച്ചു. എന്നിട്ട് ആരെ എന്റെ കഴുത്ത് കയറിടാൻ കരാർ ഉറപ്പിച്ചിരിക്കുന്നത്? അത് ഇന്നും ഇന്നലെ ഉറപ്പിച്ചതല്ലാന്ന് അറിയാലോ നിനക്ക്. 10-15 ദിവസമായിട്ട് ആരും കാണിക്കാതെ വീരമണി കൊണ്ട് ഷോള് നെയ്ക്കി അവൻ. നീ വരുമ്പോ നിനക്ക് സമ്മാനമായിട്ട് തരാൻ അറിയോ? അവൻ എത്ര പെമ്പിളാർക്ക് ഷോൾ കൊടുത്തിട്ടുണ്ടെന്ന് അറിയാവോ അമ്മാവുക്ക്? ദേ, ഇല്ലാ വചനം പറഞ്ഞാലുണ്ടല്ലോ. പിന്നെ അവൻ ഇവൻ എന്നൊക്കെ മര്യാദ അല്ലാതെ ഇനി നീ വിളിച്ച എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും നീ. അമ്മാവുടെ മുമ്പിൽ അവൻ നല്ല പിള്ള കളിക്കുക. നീ എന്ത് പറഞ്ഞാലും ശരി, ഇത് ഞാനും മാമനും പണ്ടേ തീരുമാനിച്ചതാ. ഇനി എന്റെ മോള് പഠിച്ചത് നാട് മുഴുവൻ തെണ്ടി നടന്നു മതി. അമ്മ, ഞാൻ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ അമ്മ എന്ന് വിളിച്ചാ വിളി കേൾക്കാൻ പിന്നെ ഞാൻ ഉണ്ടാവില്ല. എന്തിനാ ഇങ്ങനെ മൂടി പതിക്കുന്നേ? എന്നായാലും അത് ഞാൻ കാണേണ്ട തന്നെയല്ലേ. പുറത്തു പോ. കോപിക്കല്ലേ എന്റെ മോളെ. ഞാൻ ഈ ഷോൾ വരാൻ വേണ്ടി വന്ന നിനക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞ് നെയ്പ്പിച്ചതാ. ദേ നോക്ക്. പുറത്തു പോനാ പറഞ്ഞത്. ഇതിനൊക്കെ പകരം വീട്ടിൽ ഞാൻ എന്റെ കയ്യിലൊന്ന് കിട്ടിക്കോട്ടെ. இந்த தோல் மசில்ஸ் எல்லாம் நல்லா உடைச்சு விடு. இந்த மீனாட்சி தேடி ஓடி ஓடி உடம்பெல்லாம் வீங்கி போச்சு. அம்மா, நான் மீனு அக்காவு கிட்ட போகட்டுமா? உனக்கு படிக்கிறதுக்கு ஒண்ணுமே இல்லையாடி? எல்லாம் படிச்சாச்சு. ஃபர்ஸ்ட் கிளாஸ் கிடைக்கும். ஃபர்ஸ்ட் கிளாஸ் அப்படினா போப்போம். மீனாட்சி வந்தா உடனே போய் ஒட்டிக்குவா. சக்கரை பார்த்தா ஈ மாதிரி. அது அன்படி அன்பு. அம்மா எங்கடி? அப்பாவை என்ன தேய்ச்சிட்டு இருக்காங்க? അതെ, എണ്ണയിട്ട് ഉരുട്ടിയത് മതി. വെള്ളം തിളച്ച് മറിയാ. വന്ന് കുളിക്കാൻ നോക്കാം. கேட்டீங்களா அத்தா? நான் எது செஞ்சாலும் அக்காக்கு பிடிக்காது. எனக்கு பிடிக்கும். அது போறாதா? அது போதும் அத்தா. மச்சான், யார் அது? என்னடா மாரியப்பா, ஒரு வாரமா இந்த பக்கம் காணோம். மச்சான மறந்துட்டியா நீ? அப்படி சொல்லாதீங்க மச்சான். டிப்ளிகோஸ் இது கொஞ்சம் கூட சரியில்லை. கோல்டு என்னடா, நான் இவருக்கு என்ன போறது உனக்கு பிடிக்கலையா? அது இல்லக்கா, மீனாட்சி சில்க்ஸோட எல்லா பப்ளிசிட்டியும் செய்யறது நம்ம முத்துப்பாண்டி தானே. ஊர்ல எத்தனையோ கல்யாணத்துக்கு அவ அலங்காரம் பண்ணிருக்கு. இப்ப மீனாட்சியோட கல்யாண அலங்காரத்துக்கு ஏதோ மலையாளத்தம்மாருக்கு ஆர்டர் கொடுத்த கேள்விப்பட்டேன். அதுவா, எல்லாம் என் தங்கச்சி தேவநாயகியோட ஏற்பாடுதான். முத்துப்பாண்டி முகத்துல நான் இனி எப்படி முழிக்க மச்சா? முழிக்கிறதா வருது, கிழிக்கிறதா வருது. டாய், புலி பதுங்கிறது எதுக்கு? பாயறதுக்கு தான். நம்ம சரவண மீனாட்சி கழுத்துல தாலி கட்டட்டும். பின்ன நான் சொல்றதுக்கு அப்புறம் ஒரு கால் தேவநாயகி முன்னோட்டு வைக்க மாட்டேன். சின்ன வயசுல அண்ணா ரொம்ப பயந்தாவ ആൾക്ക്. അല്ല, നിങ്ങൾ കുളിക്കാതെ എണ്ണ ഒഴിഞ്ഞ് കിന്നാരം പറഞ്ഞോണ്ടിരുന്നാലേ വെള്ളത്തിന്റെ ചൂട് കാത്തു നിൽക്കില്ല. പിന്നെ ചൂട് പോയിന്ന് പറഞ്ഞ് എന്റെ മേക്കെട്ട് കയറരുത്. അല്ല, പുന്നാരം മച്ചാൻ എത്തിയിട്ടുണ്ടല്ലോ. മച്ചാനെ പാത്തിട്ട് പോകലാന്ന് വന്നേ. അപ്പൊ ഇന്ന് തന്നെ അങ്ങ് പോകും. അല്ല, എന്താ നിന്റെ കയ്യില്? വിരല് വിരല്. അതെനിക്ക് മനസ്സിലായി. അവന്റെ കയ്യിൽ എന്താന്നാ ചോദിച്ചത്? അത് വന്ന് വേണ്ട വേണ്ട, ഉരുളണ്ട. മച്ചാനെ കുടിപ്പിക്കാനുള്ള ഈ വരവും പോക്കും അധികം വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ஏன் தம்பி இங்க வருவா போவா? அது கேக்குறதுக்கு இங்க யாருக்கும் அவகாசம் இல்ல. അവകാശത്തെ പറ്റി പറയാൻ നീ ആരടി ചക്രവർത്തി? നീ ആരടി ചക്രവർത്തി? വേണ്ട, അവകാശം പറഞ്ഞുള്ള വഴക്കൊന്നും ഇവിടെ വേണ്ട. രണ്ട് കണക്കാ. ഞാൻ പല പ്രാവശ്യവും കൂട്ട சொன்னே. ഞാൻ പല പ്രാവശ്യവും കൂട്ട சொன்னே. ബാറ്റിലോട് ഇങ്ങ വരക്കൂടാതെന്ന്. എനിക്ക് നിന്റെ ബ്രാൻഡി ബിസ്ക്കൊന്നും വേണ്ട. പോടാ വെളിയെ. ഔട്ട് ഹൗസിൽ കൊണ്ടുപോയി മച്ചാൻ ചാവുറാക്കി പോയാച്ച്. എവിടെ നിന്റെ ബ്രാൻഡി? ചൂടാറുന്നതിന് മുമ്പ് കുടിക്കട്ടെ. അല്ല, വെള്ളം ചൂടാറുന്നതിന് മുമ്പ് കുളിക്കട്ടെ എന്ന്. അമ്മ കമാഷി, പോയി പയറുപൊടി എടുത്തിട്ട് വാ. എടുത്തോണ്ട് വരട്ടെ, ഞാൻ തേക്കും. നീ തേക്ക്, നീ തുടയ്ക്ക്. വാ முத்துப்பாண்டி, முத்துப்பாண்டி, என்னால தாங்க முடியலடா.
மனசுக்குள்ள எவ்வளவு வேதனை இருக்குன்னு தெரியுமா? என்னன்னா இந்த மாதிரி எங்களுக்கு ஐடியா சொல்லி கொடுக்குற நீங்களே இப்படி மனசு உடைஞ்சு போலாமா? ஆமா அண்ணே. மீனாட்சி எனக்கு பொண்டாட்டியாக வர்றது எவ்வளவு நாளா கனவு கண்டுட்டு இருக்குன்னு தெரியுமா? அவளை தூக்கிட்டு வாங்கண்ணே. யாருக்கும் தெரியாம அந்த ஏகாம்பரநாதர் கோவிலுக்கு கொண்டு தாலி கட்டிடலாம். கெட்டு வேண்டாம், நேரம் வரட்டும். முதல்ல மீனாட்சி கல்யாணத்துக்கு அலங்காரம் செய்ய இங்க எவனும் வரக்கூடாது. நீங்க தைரியமா இருங்கண்ணே. எந்த மலையாளத்தானும் இந்த காஞ்சிபுரம் பார்டர்ல கால் எடுத்து வைக்க மாட்டான். ஆமா, நம்ம கிட்ட ஆள் இருக்கண்ணே. வெட்டி புதைக்க சொன்னா போதும், புதைச்சிடுவேன். முதல்ல அதை செய், பாக்கி அப்புறம் பாத்துக்கலாம். വേഗം ആവട്ടെ, ഇവിടം തൊട്ടേ നമ്മൾ ഓവർടേക്ക് ചെയ്ത് തുടങ്ങണം. നീ പറയുന്ന പോലെ വണ്ടിക്ക് പിക്കപ്പ് ഇല്ലടേ. ഇതൊരു തുടക്കം മാത്രം. രണ്ട് ചമ്മി ഓടാ കുറുക്ക. ഏതോ ആക്രി കിടന്ന് സെക്കൻഡ് ഹാൻഡ് പാട്ടവണ്ടി മേടിച്ച് ഇറങ്ങിയിരിക്കുക. വെച്ച് കയറ്റിപ്പിടിയണ്ണ. അമ്മാരെ പൊടി പോലും കാണരുത് നമ്മുടെ പുറകില്. അവന്മാര് പോട്ടടാ, പോയാലും എവിടം വരെ പോവാനാ? നീ ആ കാഞ്ചിയെ വിളിച്ച് കൃത്യമായിട്ട് എവിടെ വരണ്ടെന്ന് ചോദിക്കും. ഹലോ, ഇത് CM അമൃതവല്ലീശ്വരൻ കോവില്. എത്ര കിലോമീറ്റർ? 10. ഓക്കെ. അമൃതവല്ലീശ്വരൻ ക്ഷേത്രം ബോർഡറിൽ ചെന്നിട്ട് 10 കിലോമീറ്റർ റൈറ്റിലോട്ട് പോണം. വേഗം ചവിട്ടി വിട്. അവന്മാരെത്തുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം. ഞാനൊന്ന് തൊഴുതിട്ട് വരാം. വരുന്നോ? ഇല്ല, എന്റെ കാര്യം കൂടെ നീ അങ്ങ് പറഞ്ഞാ മതി. അങ്ങനെ നിന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവും. ഈ നാട്ടിൽ എവിടെ നോക്കിയാലും അമ്പലങ്ങളാ. ആ കാഞ്ചി പറഞ്ഞ സ്ഥലം ഇത് തന്നെ ആണോടെ? ഉറപ്പാ. നല്ല മഴക്കോളുണ്ട് അല്ലേ? നീ ആ കണ്ണാടി ഒന്ന് ഊരിയേ. സോറി, ഒരു കോള്. അയ്യടാ, എന്തൊരു പ്രകൃതി രമണീയമായ സ്ഥലം, എത്ര ശാന്തസുന്ദരമായ അന്തരീക്ഷം. കുറച്ച് സ്വാമിമാരെ സംഘടിപ്പിച്ച് ഇവിടെ ഒരു ആശ്രമം തുടങ്ങിയ ഓടോടെ. വേണ്ട അല്ലേ? ഇനി ഇവിടെ മുതൽ വച്ചടി കയറ്റമായിരിക്കുന്ന എന്റെ മനസ്സ് പറയുന്നു. வணக்கம். மீனாட்சி கல்யாணத்துக்கு அலங்காரம் செய்ய கேரளாவிலிருந்து வந்தவங்க நீங்க தானே? ഞങ്ങൾ തന്നെ ന്യൂ ഫ്രണ്ട്സ് ഗ്രൂപ്പ്. ഞാൻ മാനേജർ CM പ്രേമചന്ദ്രൻ. ഇത് ഞാൻ അതിന്റെ MD നജീബ് അയ്യങ്കാർ. ஐயங்காரையா, அந்த தலை கொஞ்சம் എന്തോ അയ്യങ്കാർ? ക്ഷേത്ര പരിസരമായതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി പറഞ്ഞതാ. തമിഴരുടെ ആദ്യത്തെ മര്യാദ കണ്ടില്ലേ? കുറച്ചുകൂടെ വലിയ ഹാരം ഇടാമായിരുന്നു കേട്ടോ. വേറെ എന്തെങ്കിലും ചടങ്ങ്. ഇതെന്താ ഒരു കാര്യമില്ലാതെ അടിക്കുന്നോ? എന്താ കാര്യം തല്ലുന്നത്? சொல்லிக்கொடுக்கறேன்டா. എന്നെ അടിക്കരുത്. ഞാൻ കേരളത്തിലെ വലിയ റൗഡി. അയ്യോ പാവം, യാരാவது കാപ്പാത്തുങ്ങോ. ഞാൻ ചുമ്മാ പറഞ്ഞ, ഞാൻ റൗഡിയല്ല, ആരുമല്ലോ. എനിക്കല്ലേ. അയ്യോ, ഞാനൊരു പാവാണ്. എനിക്കല്ലേ, എനിക്ക് വയ്യ. അയ്യോ, ഒന്നും ചെയ്യല്ലേ. അയ്യോ, രജിക്കാരെ അടിക്കല്ലേ. ഞാനിപ്പോ ചാവ്. നമുക്ക് പോവാം രജിക്ക, പോവാം. രജിക്ക, இவங்களை தூக்கிட்டு வாங்கடா. ഒന്നും ചെയ്യല്ലേ. അയ്യോ, അവരെ ഒന്നും ചെയ്യല്ലേ. ആരെങ്കിലും ഒന്ന് വന്ന് രക്ഷിക്കുക. വേണ്ടാന്ന് വിചാരിച്ച ഞാൻ ലേറ്റ് ആയ? ലേറ്റ് ആയിട്ടില്ല. കവന്നിരുന്നേ, നല്ല വീതിയുള്ള പുറം. ഇതിന്റെ അകത്തേക്കൊന്ന് കയറി കാറ് നോക്കിക്കോ.
എന്റെ അടുത്ത് കളിക്കാൻ പോടാ. ഞാൻ റൗഡിയല്ലടാ, നിന്നെ ഇത് കൊല്ലൂടാ, എന്നിട്ട് ഞാൻ ജയിലിൽ പോടാ. പൊലി വേസ്റ്റാക്കല്ലോ. அப்படி படு அப்படி அக்கா அக்கா அவரு சரத்குமார் மாதிரி இல்லையா? ഒന്ന് സുമ്മാ റെഡി, യാരെന്ന് தெரியாம. കളരി നിന്റെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഒടിച്ച് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കറക്കിയിട്ട് ഒറ്റയടിയടാ പട്ടി. ആരണ്ടാ വാ. அக்கா நான் அவருக்கு கங்க்ராச்சுலேட் சொல்லிட்டு வரட்டுமா? ஐயோ, யாரு என்னன்னு தெரியாம பாடிங்க. നജിക, വല്ലതും പറ്റി? ഒന്നും പറ്റില്ല. ഞാനിത് എവിടം വരെ പോകുന്നു നോക്കുവായിരുന്നു. അച്ചുവേട്ടനില്ലെങ്കിൽ കാണാമായിരുന്നു. ഈ മാലക്ക് വരെ റീത്ത് വെക്കേണ്ടി വന്നേനെ. ഒന്നും കാണാനില്ല. ഞങ്ങൾ രണ്ടും കൂടി എല്ലാത്തിനെയും ഇടിച്ച് നേരത്തെ ആ തടിയന് ഞാനൊരു ചവിട്ട് കൊടുക്കുന്നത് ശ്രദ്ധിച്ചായിരുന്നു. ഇപ്പൊ അറിയില്ല, മൂന്നിന്റെ അന്ന് ചുമക്കും. എന്തായാലും ഇതുപോലെ ഒരു അടി കണ്ടിട്ട് കുറെ നാളായി. അത് ശരി, അടി കാണാനാണോ ഞങ്ങളെ കാഞ്ചീപുരത്തേക്ക് വരുത്തിയത്? കാഞ്ചീപുരമല്ല, സുബ്രഹ്മണ്യപുരം സിനിമയിലെ സുബ്രഹ്മണ്യപുരമാ. തല എപ്പോഴാ പോണെന്ന് അറിയാൻ പറ്റും. ക്ഷമിക്കണം, നിങ്ങളെ ഇങ്ങോട്ട് വരാൻ എന്നെ കൊണ്ട് പറയിച്ചതാ. ഇല്ലെങ്കിൽ എന്റെ തലയാവന്മാരെടുക്കും. ആരാടോ അവന്മാര്? മുത്തുപ്പാണ്ടി അവന്റെ ആൾക്കാരുമാണ്. ഏതാ ഈ മുത്തുപ്പാണ്ടി? മീനാക്ഷി സിൽക്സിന്റെ പരസ്യങ്ങൾ മുഴുവൻ ചെയ്യുന്ന ഇവിടുത്തെ ഈവന്റ് ഗ്രൂപ്പിന്റെ മുതലാളി. മീനാക്ഷിയുടെ കല്യാണത്തിന്റെ അലങ്കാരങ്ങൾ അവന്മാരെ ഏൽപ്പിക്കാത്തന്റെ വൈരാഗ്യം തീർത്തതാ. അതിന് വൈരാഗ്യം തീർക്കുന്നത് മുതലാരോടല്ലേ, ഞങ്ങളോടാണ്. അതെ, പല ടൈപ്പ് തല്ലു കൊണ്ടിട്ടുണ്ട്. മാലയിട്ട് സ്വീകരിച്ച് തല്ലു കൊള്ളുന്നത് ഇത് ആദ്യമായിട്ടാ. അവന്റെ അമ്മൂമ്മയുടെ ഒരു മാല, അവന്റെ അമ്മായിയമ്മയുടെ മാല. എന്തായാലും കാര്യമായിട്ടൊന്നും പറ്റില്ലല്ലോ. വരൂ, നമുക്ക് മീനാക്ഷി ബംഗ്ലാവിലോട്ട് പോവാം. വേണ്ട വേണ്ട വേണ്ട, തല്ല് വാങ്ങിയിട്ടുള്ള പണി ഞങ്ങൾക്ക് വേണ്ട. അതെ, വന്നിറങ്ങിയപ്പോഴേ ഇതാണ് സ്ഥിതിയെങ്കിൽ ഇവന്റ് കഴിയുമ്പോ എന്തായിരിക്കും അവസ്ഥ? ഈ ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് പേടിത്തൊണ്ടന്മാർക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല. പിന്നെ കളറിപ്പയറ്റ് നടത്തി കൈയും കാലും ഒടിക്കുന്നതല്ലേ ഇവന്റ് മാനേജ്മെന്റ്. എന്തായാലും ന്യൂ ഫ്രണ്ട്സിന് അതിന്റെ ആവശ്യമില്ല. അതിനെന്തി വണ്ടി കയറി. എന്തെങ്കിലും പറ്റിയോ നജിക? ഒന്നും പറ്റിയില്ലെന്ന് പറഞ്ഞില്ലേ? അല്ല, അങ്ങനെ അങ്ങ് പോയാലോ? ആണത്തോ ഇല്ലാത്തവന്മാര് പോട്ടെന്ന്. അച്ചൂട്ടി മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെച്ച ചരിത്രമില്ല. ഈ ഇവന്റ് മുഴുവൻ ഒറ്റയ്ക്ക് നിന്ന് നടത്താൻ ഫ്രണ്ട്സ് ഗ്രൂപ്പ് തയ്യാറാ. അയ്യടാ, ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. ഇതൊന്നും അറിയാൻ വേണ്ടി ആ നജീബ് കാലൊന്ന് പിന്നോട്ട് ചവിട്ടിയത്. അതെ, പിന്നോട്ട് അല്പം ചവിട്ടിയതേ മുന്നോട്ട് ആഞ്ഞു ചാടാനാ. എന്നാ 4 കാലും പൊക്കൊന്ന് കുതിച്ചു ചാട്, കാണട്ടെ. എവിടെയാണോ മീനാക്ഷി ബംഗ്ലാവ്? അവിടെ ഇവിടെ നീരുണ്ട്, കുഴമ്പ് തേച്ചൊന്ന് കുളിക്കണം. ശരത്കുമാർ அக்கா வந்து பாரு யாரு வந்திருக்காங்கன்னு. யாரு? நம்ம சரத்குமார் இல்லையா? ശരത്കുമാർ? அங்க நம்ம கோவில்ல பார்க்கலையா? நல்ல டிஷும் அவர்தான். ஆமா, அவரா? அவரதுக்கு